ഹായ് ഓൾ. സോ നമുക്ക് ഫ്രൈഡേ യൂറോ യൂഎസ്ഡിൻ്റെ അകത്ത് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കിയിരുന്നത്. ഡേൻ്റെ അകത്ത് നോക്കി 5 മിനിറ്റിലാണ് നമ്മൾ എൻട്രി എടുത്തത്. സോ ഡേൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഇവിടെ പുഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി നമുക്കിവിടെ ലോ ബ്രേക്ക് ചെയ്തു, ടെസ്റ്റ് കിട്ടി ആൻഡ് അഗെയിൻ ലോ ബ്രേക്ക് ചെയ്തു. ഈ ലോ ബ്രേക്ക് ചെയ്ത സമയത്താണ് നമ്മൾ ഡൗണിലേക്ക് സെൽ സൈഡിലേക്ക് നമ്മൾ ട്രേഡ് നോക്കിയത്. സോ ഇത് ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെയുള്ള ഏരിയാസ് മാർക്കപ്പ് ചെയ്തു. അതിൽ നമ്മൾ ഫസ്റ്റ് മാർക്കപ്പ് ചെയ്തത് ഈ ഒരു ഇംബാലൻസ് ആയിരുന്നു. ആൻഡ് ഫൈനലി നമുക്ക് ഈ ഒരു ഇംബാലൻസ് ഫ്രൈഡേത്തെ ഡേൻ്റെ പുഷിൻ്റെ അകത്ത് വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. നമ്മൾ ആ സമയം തന്നെ നേരെ 5 മിനിറ്റിലോട്ട് പോയി എൻട്രി ഏരിയയിലേക്ക്. സോ 5 മിനിറ്റിനകത്ത് നമ്മൾ എത്തിയ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ എവിടെയും നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ല. ഫൈനലി നമുക്ക് കിട്ടിയത് ഇവിടെയാണ്. ഈ ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു ആൻഡ് ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് ടെസ്റ്റും ചെയ്തു. സോ നമ്മൾ ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ അടിയിൽ എൻട്രി വെച്ചു, വിക്കിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസും വെച്ചു. ആൻഡ് ടാർഗറ്റ് 1:2 വിട്ടു. ആൻഡ് ടാർഗറ്റ് നമുക്കിവിടെ നല്ല രീതിയിൽ ഹിറ്റ് ആയിട്ടുണ്ട്. ഇത് ഈവനിങ് സെഷനിലാണ് നമുക്ക് ട്രേഡ് കിട്ടും ചെയ്തത്. ആൻഡ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനാറിയോ മാത്രമല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഒരു ബ്രേക്കും കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ബ്രേക്കാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇതേ പോയിന്റ് തന്നെ ഇവിടെ ഈ ഒരു ലോയും കൂടി നമുക്ക് ബ്രേക്ക് ചെയ്ത്, വിച്ച് മീൻസ് ഈ ബെയറിഷ് ബുള്ളിഷ് ക്യാൻഡിൽ വന്ന സമയത്ത് ലോ ഇവിടെ ക്രിയേറ്റ് ആയി. സോ നമുക്ക് എന്തായി, ഇവിടെ ഈ ലോയും മാർക്കറ്റ് ആ ബെയറിഷ് ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ഏരിയ അവിടെ എന്തായി, നമുക്ക് ബ്രേക്ക് ചെയ്തു ആൻഡ് ബുള്ളിഷ് വന്നിട്ട് ടെസ്റ്റും കിട്ടി. ഈ ഹൈ നമുക്ക് എന്തായിട്ടുണ്ട്, ഹോൾഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഒരു എൻട്രി കീപ്പ് ചെയ്യാം. ആൻഡ് ഫൈനലി ആ ഒരു എൻട്രി നമുക്ക് TP അടിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് യൂറോ USDയിൽ ഫ്രൈഡേയിൽ നമുക്ക് കിട്ടിയൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആസ് പെർ ZMC സ്ട്രാറ്റജി.